ലോകം കാതോർക്കുകയാണ് അനന്തമായ ശാസ്ത്ര കൗതുകത്തിന്റെ അനുഭവങ്ങൾ സുനിതയും ബുച്ചും പറയുന്നത് കേൾക്കാൻ. പുലർച്ചെയോടുകൂടി മെക്സിക്കൻ ഉൾക്കടൽ സഞ്ചാരികളെ മടിത്തട്ടിലേക്ക് സ്വീകരിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഇന്ത്യൻ സമയം പുലർച്ചെ 3:27 സ്പ്ലാഷ് ഡൌൺ. 8 ദിവസത്തെ ദൌത്യം, 9 മാസങ്ങളിലേക്ക് നീണ്ട കാത്തിരിപ്പ്, അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ നാസയുടെ ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് പറന്നിറങ്ങി. സുനിത വില്യംസ് 59 വയസ്സിനിടയിലെ 9 മാസം കഴിച്ചുകൂട്ടിയത് അവിടെയാണ്, ബഹിരാകാശത്ത്. അവിചാരിതമായ ഒരു കുരുങ്ങലിൽ സുനിതയും സുഹൃത്തും നേരിട്ടത് പലവിധ പ്രശ്നങ്ങൾ. എന്നാൽ അടങ്ങാത്ത ശാസ്ത്ര കൗതുകത്തിൽ അവരതെല്ലാം തരണം ചെയ്തു. നിക് ഹേഗ്, അലക്സാണ്ടർ ഗോർബനോവ് എന്നീ ബഹിരാകാശ യാത്രികരായിരുന്നു സുനിതയ്ക്കും ബുച്ച് വിൽമോറിനുമൊപ്പം മടക്കയാത്രയിലുണ്ടായിരുന്നത്. സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം പേടകത്തെ MV മേഗൻ എന്ന റിക്കവറി ഷിപ്പിലേക്ക് മാറ്റി. 4:10 പേടകത്തിന്റെ വാതിൽ തുറന്നു. 4:25 യാത്രികരെ ഓരോരുത്തരെയായി പുറത്തിറക്കി. ഇവരെ പ്രത്യേക സ്ട്രെച്ചറിൽ മെഡിക്കൽ പരിശോധനകൾക്കായി കൊണ്ടുപോയി. നാസയുടെ ഹൂസ്റ്റണിലെ കേന്ദ്രത്തിലേക്കാണ് ഹെലികോപ്റ്ററിൽ മാറ്റിയത്. നാസയുടെയും ട്രംപിന്റെയും മസ്കിന്റെയും ഇടപെടലുകളാണ് നീണ്ട ബഹിരാകാശവാസത്തിനൊടുവിൽ ഭൂമിയിലേക്ക് തിരിച്ചെത്താൻ സുനിതയെയും ബുച്ചിനെയും സഹായിച്ചത്.